സതിയുടെ 14ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ലീല രവിക്ക് കഞ്ഞവെള്ളം കൊണ്ട് കൊടുത്തു. രവി ലീലയുടെ മുഖത്ത് ഒന്ന് ശ്രദ്ധിച്ചു. ഇന്നെന്തോ നല്ല സന്തോഷം പോലെയാണല്ലോ മുഖത്ത്. അങ്ങനെ രവി ലീലയോട് ചോദിച്ചു, എന്താ നിനക്ക് ഇന്നൊരു സന്തോഷം പോലെ? ഒന്നുമില്ല. മോള് ഗർഭിണിയാണെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞാലോ എന്ന് ലീല മനസ്സിൽ വിചാരിച്ചു. വേണ്ട, പിന്നെ അത് പ്രശ്നമുണ്ടാക്കും. അവൾ വിളിച്ചോ എന്നും പറഞ്ഞ്. വേണ്ട, അല്ല, എന്തോ ഒരു സന്തോഷം നിൻ്റെ മുഖത്തുണ്ടെന്ന് രവി പറഞ്ഞു. അപ്പോൾ ലീല പറഞ്ഞു, അപ്പുറത്തെ തങ്കമണിയുടെ മോള് സിന്ധു ഗർഭിണിയാണ്. അതിന് നീ ഇത്ര സന്തോഷിക്കുന്നത് എന്തിന്? നിൻ്റെ സ്വന്തക്കാരാണ് ഗർഭിണിയാണെന്ന് തോന്നുമല്ലോ നിൻ്റെ ഈ സന്തോഷം കണ്ടിട്ട്. നിങ്ങളെന്താ മനുഷ്യ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ സതി റൂമിൽ നിന്ന് തുള്ളിച്ചാടി ചെല്ലമ്മ അമ്മയുടെ അടുത്ത് ഓടി വന്നു. ചെല്ലമ്മ, മോളെ ഓടല്ലേ ഓടല്ലേ, പെയ്യ 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 എന്ന് പറഞ്ഞു. എന്നിട്ട് ചെല്ലമ്മയെ കെട്ടിപ്പിടിച്ച്, എന്താ മോളെ നിനക്ക് ഇത്ര സന്തോഷം? ഞാൻ വീട്ടിൽ വിളിച്ചു, അമ്മ ഫോൺ എടുത്തു, അമ്മയോട് സംസാരിച്ചു, അമ്മയ്ക്ക് എന്നോട് കെറുവൊന്നുമില്ല കേട്ടോ. അതിനാണോ ഇത്ര സന്തോഷം? നീ ഇങ്ങനെ ഓടാൻ പാടില്ല, ഒരു കുഞ്ഞാ വയറ്റിൽ കിടക്കുന്നത് എന്ന് സതിയോട് ചെല്ലമ്മ പറഞ്ഞു. ശിവൻ ഇങ്ങോട്ട് കയറി വന്നു. ഓടിച്ചെന്ന് ശിവനെയും സതി കെട്ടിപ്പിടിച്ചു. എന്താ നിനക്ക് ഇത്ര സന്തോഷം എന്ന് ശിവൻ സതിയോട് ചോദിച്ചു. എനിക്കിന്ന് സന്തോഷമുള്ള ദിവസമാണ് ശിവ. എൻ്റെ അമ്മയും ഞാനും സംസാരിച്ചു. ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ എന്നോടും സംസാരിച്ചു കേട്ടോ. അച്ഛനില്ലായിരുന്നു, അച്ഛൻ പുറത്തു പോയി. എനിക്ക് ഇന്ന് എന്തെന്നില്ലാത്ത സന്തോഷമാണെന്ന് ശിവനോട് സതി പറഞ്ഞു. ശിവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നീ ഗർഭിണിയാവുമ്പോൾ അച്ഛൻ്റെ അമ്മേരെയും കെറുവൊക്കെ തീരുമെന്നു. അമ്മയുടെ കെറു തീർന്നു, അച്ഛൻ്റെ കെറു തീരുമില്ല ശിവ. അതൊക്കെ മാറിക്കോളൂ. ഒരു കുഞ്ഞൊക്കെ ആവുമ്പോൾ അച്ഛനും കെറുവൊക്കെ കളയും കേട്ടോ എന്ന് ശിവൻ സതിയോട് പറഞ്ഞു. സതി ഗർഭിണിയാണ്. ഈ സമയത്ത് അവളെ അമ്മയായ ഞാൻ അവളെ കൂടെ നിൽക്കേണ്ട സമയമാണ്. എന്തെങ്കിലും പലഹാരമെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് അവൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞാലോ സതി ഗർഭിണിയാണെന്ന്? വേണ്ട, ചിലപ്പോൾ അദ്ദേഹം ഇവിടെ പ്രശ്നമുണ്ടാക്കും. അമ്പലത്തിലെങ്ങാണം വെച്ച് അവൾക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാം. ഫോണിൽ വിളിക്കാം. 2 ദിവസം കഴിയട്ടെ, അമ്പലത്തിലൊന്ന് വരാൻ പറയാം. എനിക്ക് അവളെ ഒന്ന് കാണുകയും വേണം. കുറച്ച് പലഹാരം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കുകയും ചെയ്യാം. അദ്ദേഹം അറിയണ്ട. എനിക്ക് മനസ്സിനൊരു സമാധാനവുമില്ല. ഭർത്താവ് രവി ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇനി സതി ഗർഭിണിയെങ്ങാണോ ആണോ? സതിയോ? അവളുടെ കാര്യം ഇവിടെ പറഞ്ഞു പോകരുത്. നിനക്ക് വേറൊരു ഇല്ലേ? ഞാൻ മുമ്പേ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവളുടെ ഒരു കാര്യവും ഇവിടെ പറയരുത്. നമ്മളും അവളുമായി ഒരു ബന്ധവുമില്ലെന്ന്. അവൾക്ക് അച്ഛനുമില്ല അമ്മയുമില്ല. ലീല പറഞ്ഞ്, അങ്ങനെ പറയരുത്, നമ്മുടെ മോളാണ്, നമുക്ക് ആകെ ഒരു മോളേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ അവളെ കൂടെ പോവാം. ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അവളുടെ കാര്യം ഇനി മേലിൽ ഇവിടെ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. ലീല കരഞ്ഞു. ഈ മനുഷ്യൻ ഒരിക്കലും നന്നാവില്ല, ഇത്രയ്ക്കും വാശി ഒരച്ഛനും പാടില്ല എന്ന് ലീല കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സതിയുടെ അച്ഛൻ സതിയോട് പൊറുക്കുമോ? ബാക്കി കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.